ഓക്കെ, നമ്മൾ ഇന്നലെ GSTR 1 5 ടാബിൾസ് പഠിച്ചു അല്ലേ? GSTR 1 ടോട്ടൽ എത്ര ടാബിൾസ് ഉണ്ട്? 23 ടാബിൾസ് വരുന്നുണ്ട്. അതിൽ 5 ടാബിൾസ് എന്ത് ചെയ്തു? നമ്മൾ ഇന്നലെ പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ടേബിൾ ഏതാണ്? B2B. എന്താണ് B2Bയിൽ കാണിക്കേണ്ടത്? രജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഴ്സൺസിന് സെയിൽ ചെയ്തതാണ് നമ്മൾ B2Bയിൽ കാണിക്കുക. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ഏതാണ്? B2C ലാർജ്. എന്താണ് B2C ലാർജ്? കണ്ടീഷൻസ് ഒക്കെ ഓക്കെ അല്ലേ? B2B ലാർജിൽ ഏതാണ് കാണിക്കുക? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ പ്ലസ് എന്താവണം? ഇൻവോയ്സ് വാല്യൂ 1 ലക്ഷത്തിന് മുകളിൽ വരുന്ന, ഇങ്ങനെ രണ്ട് കണ്ടീഷൻസും ഒരുമിച്ച് വരുന്ന സെയിലാണ് നമ്മൾ എന്തിൽ കാണിക്കേണ്ടത്? B2C ലാർജിൽ കാണിക്കേണ്ടത്. മൂന്നാമത്തെ ടേബിൾ ഏതാണ്? B2C സ്മോള്. അതേഴ്സ് അല്ലെ? അതേഴ്സ് അതിൽ കാണിക്കുക. നാലാമത്തെ ഏതാണ്? ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂഡ് ടു രജിസ്റ്റേർഡ് പേഴ്സൺ. അഞ്ചാമത്തെ ഏതാണ്? ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഇങ്ങനെ 5 ടാബിൾ ആണ് അല്ലെ നമ്മൾ ഇന്നലെ പഠിച്ചത്. ടോട്ടൽ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ 23 ടാബിള് GSTR 1 ബാക്കി ഏതൊക്കെ? നമുക്ക് ജസ്റ്റ് ഒന്ന് 23 ടാബിൾസ് ഏതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആറാമത്തെ ടേബിളിലോട്ട്, ഇന്നലത്തെ ബാക്കിയിലോട്ട് കിടക്കാം. അപ്പോ ആറാമത്തെ ടേബിൾ വരുന്നത് എക്സ്പോർട്ട് ആണ്. എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട സെയിൽ കാണിക്കേണ്ടതാണ് ആറാമത്തെ ടേബിൾ. ഏഴാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടാക്സ് ലയബിലിറ്റി അഗെയിൻസ്റ്റ് അഡ്വാൻസ്. എട്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അഡ്വാൻസ്. ഒമ്പതാമത്തത് ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്. അതെന്താന്നുള്ളത് നമ്മൾ പഠിക്കും. ഈ TCS ഒക്കെ കളക്ട് ചെയ്യുന്നവരെ കുറിച്ചിട്ടുള്ളതാണ് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. അവർക്ക് കാണിക്കേണ്ട സെയിലാണ് ഇതില് ഒമ്പതാമത്തെ ടേബിൾ ആയിട്ടുള്ള ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിന്റെ ടേബിൾ വരുന്നത്. പത്താമത്തതും ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിന്റെ ടേബിൾ ആണ്. അതില് കുറച്ച് വിഭാഗക്കാര് പറയുന്നുണ്ട്. സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പ്രകാരം 5 ടീം പറയുന്നുണ്ട്. അവർക്ക് കാണിക്കേണ്ട ടേബിൾ ആണ് ഏത്? പത്താമത്തെ ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 10 ടേബിൾ കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് 10 അമെന്റ്മെന്റ് ടേബിൾ വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? 10 അമെന്റ്മെന്റ് ടേബിൾ വരുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞ 10 ടേബിൾ ഉണ്ടല്ലോ, അതിൽ കാണിച്ചതിൽ എന്തെങ്കിലും തിരുത്തണം എന്നുണ്ടെങ്കിൽ, എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് 10നും 10 അമെന്റ്മെന്റ് ടേബിൾ പ്രത്യേകം വരുന്നുണ്ട്. അപ്പൊ ടോട്ടൽ എത്രയായി? 20 ടേബിൾ ആയില്ലേ? പിന്നീട് നമുക്ക് 21ാമത്തെ ടേബിൾ ആണ് വരുന്നത്. HSN കോഡ് കാണിക്കാനുള്ള ടേബിൾ. നമ്മുടെ ഗുഡ്സിന്റെ ഓരോന്നിന്റെയും HSN കോഡ് കാണിക്കാനുള്ളതാണ് 21ാമത്തെ ടേബിൾ. പിന്നെ 22ാമത്തെ ഏത് വരുന്നേ? നമ്മള് നിൽ റേറ്റ്, അതേപോലെ എക്സംപ്റ്റഡ് സപ്ലൈ, സീറോ റേറ്റഡ് സപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കാണിക്കാനുള്ളതാണ് എന്ത്? 22ാമത്തെ ടേബിള്. പിന്നെ 23ാമത്തെ ടേബിൾ ഏതാണ്? നമ്മള് ഡോക്യുമെന്റ്സ് ഇഷ്യൂ ചെയ്തത്. നമ്മുടെ സ്ഥാപനത്തിൽ ടോട്ടൽ എത്ര ഡോക്യുമെന്റ്സ് നമ്മൾ ഇഷ്യൂ ചെയ്തു എന്നുള്ളത് കാണിക്കാനാണ് 23ാമത്തെ ടേബിൾ. നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വരും. അപ്പൊ ജസ്റ്റ് 23 ടേബിൾ ഏതൊക്കെ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നൊക്കെ നോക്കാം. നമ്മൾ 5 ടേബിൾ പഠിച്ചു. ഇനി നമുക്ക് പോകേണ്ടത് ആറാമത്തെ ടേബിൾ ആണ്. ആറാമത്തെ ടേബിൾ നമ്മൾ ഏതാ പറഞ്ഞേ? എക്സ്പോർട്ട് ആണ് അല്ലേ? അപ്പൊ ഇനി എക്സ്പോർട്ട് എന്താന്നുള്ളത് പഠിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. എക്സൽ ഷീറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആണോ? വിസിബിൾ ആണോ? എക്സൽ ഷീറ്റ് ഷെയർ ചെയ്തത് കാണുന്നുണ്ടോ? ഓക്കെ, എക്സൽ ഷീറ്റ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും വിസിബിൾ ആണ്. ഓക്കെ, നമുക്ക് ആറാമത്തെ ടാബിൾ നോക്കാം. എക്സ്പോർട്ട് ടാബിൾ. എന്താണ്? എക്സ്പോർട്ട് ആണ് ആറാമത്തെ ടാബിള്. നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനം, നമ്മളെ ബിസിനസ് എന്താണ് എക്സ്പോർട്ട് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കാണിക്കാനുള്ള ടേബിളാണ് ഏത്? എക്സ്പോർട്ട് ടേബിൾ. നോക്കി നോക്കാം. എന്താണ് ഫോർ എക്സ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെയിൽ ടു അതർ കൺട്രീസ് അല്ലെ? നമ്മുടെ രാജ്യത്ത് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ എക്സ്പോർട്ട് അല്ല. പക്ഷെ നമ്മൾ ഔട്ട്സൈഡ് കൺട്രീസിലേക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കണ പേരാണ് എന്ത്? എക്സ്പോർട്ട് എന്ന് പറയാം അല്ലെ? ഒരു എക്സാമ്പിൾ നോക്കാം. സെല്ലിങ് എ മൊബൈൽ ഫോൺ ടു അമേരിക്ക. നമ്മുടെ എക്സാമ്പിൾ പ്രകാരം ഞാൻ റംഷാദാണ്, ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ്. ഞാൻ എന്ത് ചെയ്തു? എന്റെ ഷോപ്പിലുള്ള മൊബൈൽസ് അമേരിക്കയിലോട്ട് വിൽക്കുകയാണ്, സെയിൽ ചെയ്യാണ്. അപ്പൊ അത് എക്സ്പോർട്ട് അല്ലേ? ഇതിനാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ എക്സ്പോർട്ട് നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടേബിളിൽ കാണിക്കണം? അതിന് സെപ്പറേറ്റ് ടേബിൾ ഉണ്ട്. ആറാമത്തെ ടേബിൾ എക്സ്പോർട്ട് ടേബിൾ. ക്ലിയർ അല്ലേ? എക്സ്പോർട്ട് നടത്തുമ്പോ എന്ന് പറയുമ്പോ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട എന്താ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല്,
നമ്മൾ നോർമലി സെയിൽ നടത്തുമ്പോൾ എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം മനസ്സിൽ കൊണ്ടുവരിക. നമ്മൾ നോർമലി സെയിൽ നടത്തുന്ന സമയത്ത് നമ്മൾ സെയിൽ ചെയ്യണ സമയത്ത് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യും അല്ലേ? അതിനെന്താ പറയാ? ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയും. നമ്മൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യുന്നതിന് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയും. നമ്മൾ അതിന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ സെയിൽ ചെയ്യുന്ന ഈ മൊബൈൽ ഷോപ്പ് നമ്മൾ മറ്റൊരു സപ്ലയറിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തതായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പർച്ചേസ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും? സപ്ലയറിന് ഇൻപുട്ട് ടാക്സ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് ഇൻപുട്ട് ടാക്സ് കൊടുത്തു. ഈ സെയിം മൊബൈല് വിൽക്കുന്ന സമയത്ത് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് കസ്റ്റമറിന് കയ്യിൽ നിന്ന് കളക്ട് ചെയ്തു. ഇത് ക്ലിയർ അല്ലേ? അങ്ങനെ കളക്ട് ചെയ്ത് ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. 1000 രൂപ നമ്മൾ എന്ത് ചെയ്തു? ഇൻപുട്ട് കൊടുത്തു. നമ്മൾ സെയിൽ ചെയ്തപ്പോ 1600 രൂപ നമ്മൾ ഔട്ട്പുട്ട് കളക്ട് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി എന്ത് ചെയ്യും? 600 രൂപയല്ലേ ഗവൺമെന്റിലോട്ട് പേ ചെയ്യാം. ഇതല്ലേ നോർമൽ പ്രോസസ്സ് വരുന്നത് നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോൾ. ക്ലിയർ അല്ലേ? എന്നാൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടോ, ഔട്ട്പുട്ട് GST റേറ്റ് വിൽ ബി 0%, നോട്ട് ദി നോർമൽ റേറ്റ്. ഞാൻ പറഞ്ഞുതരാം. നമ്മള് സെയിൽ ചെയ്യുന്ന സമയത്ത് നാട്ടിലാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലാണ് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1600 ഔട്ട്പുട്ട് കളക്ട് ചെയ്യൂലേ? ഇതെന്ത് ചെയ്യാൻ പറ്റൂല. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യില്ല. 0 റേറ്റ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് റേറ്റ് ഓഫ് ടാക്സ് എത്രയാണ് നമ്മൾ അടിക്കുക? 0 റേറ്റ് ആണ് അടിക്കുക. അപ്പൊ നമുക്ക് എന്തുണ്ടാവില്ല? ഔട്ട്പുട്ട് ടാക്സ് ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ സാർ നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ ഇൻപുട്ട് ടാക്സ് കൊടുത്തല്ലോ, അതെന്ത് ചെയ്യാൻ പറ്റും? നോർമൽ കേസിലാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ടാക്സുമായിട്ട് എന്ത് ചെയ്യും? സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് നമ്മൾ പേ ചെയ്താൽ മതി അല്ലേ? എന്നാൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻപുട്ട് ടാക്സ് കൊടുത്തത് നമ്മൾ വെറുതെ പോകുന്നൊരു സംശയം ഉണ്ടാവും. ഒരിക്കലും നമ്മൾ കൊടുത്ത ഇൻപുട്ട് ടാക്സ് അവിടെ വെറുതെ പോകുന്നില്ല, നമുക്കത് വേസ്റ്റ് ആയി പോകുന്നില്ല. അതെന്താവും? ഇൻപുട്ട് GST പെയ്ഡ് ഓൺ പർച്ചേസ് സമയത്ത് കൊടുത്ത നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്യാൻ ബി ക്ലെയിംഡ് ആസ് റീഫണ്ട്. അതെന്ത് ചെയ്യും? നമുക്ക് റീഫണ്ട് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്തില്ല? പർച്ചേസ് ചെയ്തപ്പോ കൊടുത്ത ഇൻപുട്ട് ടാക്സ് നഷ്ടം വരുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് കസ്റ്റമറിനെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടോ? അതും ഇല്ല. കംപ്ലീറ്റ്ലി എന്താണ് വരുന്നത്? ഒരു 0 എഫക്റ്റ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? 0 എഫക്റ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പോർട്ടിനെ ഒരു പേര് വിളിക്കും. എന്താണ് വിളിക്കുക? 0 റേറ്റഡ് സപ്ലൈ. കംപ്ലീറ്റ് 0 എഫക്റ്റ് അല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെ വിളിക്കണ പേരാണ് 0 റേറ്റഡ് സപ്ലൈ. ക്ലിയർ അല്ലേ? ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? സ്പീഡ് കൂടുതലാണോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാമോ? ക്ലിയർ ആയോ? എക്സ്പോർട്ട് എന്താന്നുള്ള ജസ്റ്റ് ഒരു ബേസ് ആണ് പറഞ്ഞത്. എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ആണോ? സ്പീഡ് കൂടുതലുണ്ടോ? രാഹുൽ രാജ് ഓക്കെയാണ്, വിനോദ് ഓക്കെയാണ്, ഓക്കെ, മുഹമ്മദ് ഓക്കെ, ഓക്കെ ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു അതിനെ വിളിക്കണ വേറെ എന്താണ്? 0 റേറ്റഡ് സപ്ലൈ. ഈ 0 റേറ്റഡ് സപ്ലൈ നമ്മൾ സൈറ്റിൽ കയറുന്ന സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് കാണുന്ന സമയത്ത് എന്ത് ചെയ്യരുത്? തെറ്റിദ്ധരിക്കരുത്. 0 റേറ്റഡ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എക്സ്പോർട്ടിനെയാണ് 0 റേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അതിലൊരു കൺഫ്യൂഷൻ ആയിരിക്കും വേണ്ട. ഇവിടെ കണ്ടോ, എക്സ്പോർട്ട് സപ്ലൈ വിത്ത് 0 എഫക്റ്റ് ഓൺ ടാക്സ് പെയർ പോക്കറ്റ്. നമ്മുടെ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും പൈസ പോകുന്നുണ്ടോ? ഇല്ല. ഒരു ക്യാഷും നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നില്ല. പോയ ഇൻപുട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതേപോലെ നമുക്ക് റീഫണ്ട് കിട്ടുന്നുണ്ട്. കണ്ടോ ഇവിടെ കണ്ടോ? നോ ലോസ് ആസ് ദി ഇൻപുട്ട് GST ഈസ് റീഫണ്ടഡ്. നമ്മൾ കൊടുത്ത GST എന്ത് ചെയ്യുന്നുണ്ട്? റീഫണ്ട് കിട്ടുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ് 0 എഫക്റ്റ് ആണല്ലേ വരുന്നത്. കംപ്ലീറ്റ് 0 എഫക്റ്റ് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ട്? ഫ്രോഡ് നടക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. 0 എഫക്റ്റ് ആവുന്ന സ്ഥിതിക്ക് തന്നെ ഇപ്പൊ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 0 റേറ്റഡ് ആണ് പറഞ്ഞു. അപ്പോ അവിടെ വല്ല തട്ടിപ്പോ വെട്ടിപ്പോ എന്തെങ്കിലും നടക്കാനുള്ള സാധ്യത ഉണ്ടായത് കൊണ്ട് തന്നെ ഗവൺമെന്റ് ഒരു സംഭവം കൊണ്ടുവരാണ്. ഗവൺമെന്റ് ഒരു സംഭവം കൊണ്ടുവരണം. അതിനാണ് പറയുന്നത് കൺട്രോൾ മെക്കാനിസം. എന്താണ് കൺട്രോൾ മെക്കാനിസം വഴി ഗവൺമെന്റ് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് എക്സ്പോർട്ട് ചെയ്യണ സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ നോർമലി
ഇപ്പൊ ഈ മൊബൈൽ ഷോപ്പ് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലി ഔട്ട്പുട്ട് ടാക്സ് നമ്മൾ 1600 രൂപയാണ് കളക്ട് ചെയ്യണത്, നമ്മൾ എക്സാമ്പിൾ പോയി പറഞ്ഞു അല്ലെ. ഈ എത്രയാണോ നമ്മൾ ഗുഡ്സ് നമ്മുടെ നാട്ടിൽ വിൽക്കണ ആ എത്രയാണോ ആ റേറ്റ്, ആ ഗുഡ്സിന്റെ മേലെ എത്രയാണോ റേറ്റ് നമ്മൾ സാധാ സെയിൽ ചെയ്യുമ്പോൾ നടത്തല്, ഫോർ എക്സാമ്പിൾ 10,000 രൂപയുടെ സെയിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇത് നമ്മുടെ നാട്ടിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ടാക്സ് റേറ്റ് എത്രയാണോ ഔട്ട്പുട്ട് വാങ്ങല്, ആ ഔട്ട്പുട്ട് വാങ്ങുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യണതിന് മുന്നായിട്ട് എന്ത് ചെയ്യുക, അഡ്വാൻസ് ആയിട്ട് ഗവൺമെന്റിക്ക് പേ ചെയ്യണം. പറഞ്ഞത് മനസ്സിലായോ? ഒന്നുമില്ല, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നോർമലി എത്രയാണോ ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യല്, ആ ഗുഡ്സിന്റെ മേലിൽ എത്രയാണോ ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യല്, അതെന്ത് ചെയ്യുക, ഗവൺമെന്റിക്ക് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യാം. കണ്ടോ, നോർമൽ ഔട്ട്പുട്ട് GST റേറ്റ് ആസ് ആൻ അഡ്വാൻസ് എപ്പോ ബിഫോർ എക്സ്പോർട്ട് ചെയ്യണതിന്റെ മുന്നേ അങ്ങനെ ചെയ്യുക. അത് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു കൺട്രോൾ മെക്കാനിസം ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, അങ്ങനെ ചെയ്യുക. ക്ലിയർ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഈ ഫണ്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, നമ്മൾ ഈ അഡ്വാൻസ് ടാക്സ് അടച്ചത് ഇല്ല, ക്ലെയിം എ റീഫണ്ട് ഓഫ് ദി അഡ്വാൻസ് പേയ്മെന്റ് ആഫ്റ്റർ എക്സ്പോർട്ടിങ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ കൊടുത്ത അഡ്വാൻസ് പേയ്മെന്റ് എന്ത് ചെയ്യും, റീഫണ്ട് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്തെല്ലാം റീഫണ്ട് കിട്ടും, നമ്മൾ ആ സാധനം പർച്ചേസ് ചെയ്തപ്പോ കൊടുത്ത ഇൻപുട്ടും റീഫണ്ട് കിട്ടും, നമ്മൾ എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്തപ്പോ കൊടുത്ത അഡ്വാൻസ് ടാക്സ് അതും എന്ത് ചെയ്യും, റീഫണ്ട് കിട്ടും. ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? സംശയം ഉണ്ടോ? കൃഷ്ണ നോസർ എന്ന് പറയുന്നത് എന്താണ്, ഇത് ഈ പറഞ്ഞ കാര്യമാണോ മനസ്സിലാകാത്തത്? നമുക്ക് ഡൗട്ട് ചോദിക്കൂ. ഈ കൺട്രോൾ മെക്കാനിസം പ്രകാരം നമ്മൾ എന്ത് ചെയ്യും, അഡ്വാൻസ് ടാക്സ് പേ ചെയ്യണം, ഗവൺമെന്റിലോട്ട് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യാം. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എക്സ്പോർട്ട് വിത്ത് പേയ്മെന്റ്. എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഓപ്ഷൻ 1 ഇതാണ് പറഞ്ഞത്. ഓപ്ഷൻ 1 എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നുമില്ല, നമ്മള് ഇപ്പൊ താങ്കളുടെ ഇതൊരു മൊബൈൽ ഷോപ്പാണ്, മൊബൈല് നാട്ടിലൊരു കസ്റ്റമർ എനിക്ക് വിൽക്കണം എന്ന് വിചാരിക്കുക, എനിക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് എന്റെ കയ്യിൽ നിന്ന് താങ്കൾ കളക്ട് ചെയ്യുന്നത് 1600 രൂപയാണ്. ഈ സെയിം മൊബൈൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു സീറോ റേറ്റഡ് ആണ്, ഔട്ട്പുട്ട് ടാക്സ് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഗവൺമെന്റ് കൺട്രോൾ മെക്കാനിസം കൊണ്ടുവരണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, സീറോ എഫക്റ്റ് ആണെങ്കിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സാധാരണ ഈ മൊബൈൽ വിൽക്കുമ്പോൾ നിങ്ങൾ എത്രയാണോ ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യുന്നത്, ആ എമൗണ്ട്, ആ ടാക്സ് എമൗണ്ട് മാത്രം എന്ത് ചെയ്യുക, ഗവൺമെന്റിക്ക് പേ ചെയ്തിടുക, അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിടുക എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പേ. ക്ലിയർ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ പേയ്മെന്റ് റീഫണ്ട് ചെയ്യും. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്യുന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? നമ്മൾ റീഫണ്ട് കിട്ടാനായിട്ട് നമുക്കൊരു റീഫണ്ട് ഫോം ഉണ്ട് സൈറ്റിനകത്ത്, RFD 06 പറഞ്ഞൊരു റീഫണ്ട് ഫോം ഉണ്ട്. അതുവഴിയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ സൈറ്റിൽ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരും. ഇപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലാക്കും. RFD 01 എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്, അതുവഴിയാണ് എന്ത് ചെയ്യാം, നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ചെയ്യുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ടിലോട്ട് റീഫണ്ട് കിട്ടും. ക്യാൻ വി ആഡ് ഇൻപുട്ട് ടാക്സ് ടു ഇൻവോയ്സ്? ഇല്ല, ഇൻപുട്ട് ടാക്സ് നമുക്ക് ഇൻവോയ്സിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതെ, ഇത് സേഫ്റ്റിക്ക് മാത്രമായിട്ട്, ഇത് പറഞ്ഞില്ലേ ഗവൺമെന്റ് ഒരു മെക്കാനിസം കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. അത് നമുക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ ഗവൺമെന്റ് തരാണ്. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടാവും, നമുക്ക് സാറേ നമ്മൾ ഗവൺമെന്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് ഫണ്ട് വരുള്ളൂ, അതിനു മുമ്പേ ഞങ്ങൾ എങ്ങനെ ടാക്സ് അടക്കും, ഞങ്ങളുടെ കയ്യിൽ ഫണ്ട് ഇല്ല എന്ന് പറയാണ്. അപ്പൊ എന്ത് ചെയ്തു, ഗവൺമെന്റ് മറ്റൊരു ഓപ്ഷൻ കൊണ്ടുവരാണ്. എക്സ്പോർട്ട് വിത്തൗട്ട് പേയ്മെന്റ്. എന്താണ് എക്സ്പോർട്ട് വിത്തൗട്ട് പേയ്മെന്റിൽ വരുന്നത്? ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണ്ട, അഡ്വാൻസ് ടാക്സ് ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല.
നിങ്ങൾ എന്ത് ചെയ്യണ്ട? അഡ്വാൻസ് ടാക്സ് പേ ചെയ്യണ്ട. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതല്ലേ, അഡ്വാൻസ് ടാക്സ് ഒന്നും പേ ചെയ്യണ്ട. പകരം നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു ഇതുണ്ട്, ഒരു ബോണ്ട് ഉണ്ട്. അതിലെന്ത് ചെയ്യാ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്താൽ മതി. എന്താണ് ആ ബോണ്ടിന്റെ പേര്? ആ ബോണ്ടിന്റെ പേരാണ് ഇവിടെ കണ്ടോ, LUT. എന്താണ് LUT? എന്താ LUTന്റെ ഫുൾ ഫോം? ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. എന്താണ് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്? ഈ LUT എന്ന് പറയുന്ന ഒരു ഫോമില് നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോ എന്താണ് ഈ ഫോമിനകത്ത് പറയുന്നത്? എന്താണ് ഈ ഫോമിനകത്ത് പറയുന്നത്? നമ്മൾ അതിൽ സൈൻ ചെയ്ത് പോകുന്നുണ്ട്. എന്താണ് ഈ ഫോമിനകത്ത് പറയുന്നത്? അതിൽ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യും അല്ലെ? എക്സ്പോർട്ട് ചെയ്യും, അതായത് ഇൻവോയ്സ് ഡേറ്റ് ഇഷ്യൂ ചെയ്ത് 3 മാസത്തിനുള്ളിൽ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്തിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? നമ്മള് അഡ്വാൻസ് ടാക്സ് ഗവൺമെന്റിലോട്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ പറഞ്ഞത്? ഒന്നാമത്തെ ഓപ്ഷന് പകരമായിട്ട് ഗവൺമെന്റ് രണ്ടാമത്തെ ഓപ്ഷൻ കൊണ്ടുവന്നു. LUT എന്ന ബോണ്ടിൽ അഗ്രിമെന്റിൽ നമ്മൾ സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? അഡ്വാൻസ് ടാക്സ് പേ ചെയ്യണ്ട. കണ്ടീഷൻ ഒന്നേ പറയുന്നുള്ളൂ, 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യുക? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് 3 മാസത്തിനുള്ളിൽ എക്സ്പോർട്ട് നടന്നാൽ മതി. ഇനി അങ്ങനെ നടന്നില്ല, അതർവൈസ് എക്സ്പോർട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഓപ്റ്റ് ഫോർ ഓപ്ഷൻ 1. അതായത് എന്ത് സംഭവിക്കും? നമുക്ക് ഈ ഓപ്ഷൻ 2 ഇതാക്കാൻ പറ്റിയില്ല. ഓപ്ഷൻ 2 പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ സൈനൊക്കെ ചെയ്തു, എന്ത് ചെയ്തില്ല? 3 മാസത്തിനുള്ളിൽ നമ്മൾ ഇഷ്യൂ ചെയ്ത് എക്സ്പോർട്ട് നടത്തിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഓപ്ഷൻ 1 ചൂസ് ചെയ്യേണ്ടി വരും. ഓപ്ഷൻ 1 ചൂസ് ചെയ്താൽ മാത്രം പോരാ, ഗവൺമെന്റിനോട് നമ്മൾ പറഞ്ഞല്ലേ 3 മാസത്തിനുള്ളിൽ ചെയ്യാന്നൊക്കെ. അത് ചെയ്തില്ല, ഗവൺമെന്റിനെ പറഞ്ഞ് നമ്മൾ പറ്റിച്ചുല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഗവൺമെന്റിന് 18% ഇൻട്രസ്റ്റ് കൂടെ കൊടുക്കേണ്ടി വരും. ക്ലിയർ അല്ലേ? 18% ഇൻട്രസ്റ്റ് കൂടെ കൊടുക്കേണ്ടി വരും. നമ്മൾ 3 മാസത്തിനുള്ളിൽ എക്സ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാണ്ട് അഡ്വാൻസ് പേയ്മെന്റ് ഒന്നും ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്തു? സൈൻ ചെയ്തു. ഈ സൈൻ ചെയ്തതിന് ശേഷം നമ്മൾ 3 മാസത്തിനുള്ളിൽ എക്സ്പോർട്ട് നടത്തില്ല എന്നുണ്ടെങ്കിൽ 18% ഇൻട്രസ്റ്റ് കൊടുക്കണം. അതെങ്ങനെ 18% കൊടുക്കേണ്ടി വരിക? 18 നമ്മൾ എമൗണ്ട് എത്രയാണോ അതിന്റെ 18% ഇൻറ്റു 3/12 ചെയ്യുക. 3 മാസത്തിന് എത്രയാണോ ഇൻട്രസ്റ്റ് എമൗണ്ട് വരുന്നത്, 3 മാസമല്ല നമ്മൾ ഡിലേ ആക്കിയത്. അപ്പൊ 3 മാസത്തിന് എത്രയാണോ ഇൻട്രസ്റ്റ് എമൗണ്ട് അത് വരുന്നത്, അത് ചെയ്യാം. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ 3 മാസത്തിനുള്ളിൽ എക്സ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 ഓട്ടോമാറ്റിക് ആയിട്ട് ചൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഓട്ടോമാറ്റിക് ആയിട്ട് ചൂസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും പിന്നീട്? അപ്പൊ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഓപ്ഷൻ 1 എന്ന് പറയുന്നത് എന്താണ്? എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെ? എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സ്പോർട്ട് നടന്നതിന് ശേഷം ഈ അഡ്വാൻസ് ടാക്സ് പേ ചെയ്തതുണ്ടല്ലോ, അത് നമുക്ക് നോർമലി കിട്ടുന്നത് പോലെ റീഫണ്ട് കിട്ടും. പക്ഷെ നമ്മൾ ഈ കൊടുത്ത ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് റീഫണ്ട് കിട്ടത്തില്ല. അത് ഗവൺമെന്റിന്റെ അക്കൗണ്ടിലോട്ട് പോകും. ക്ലിയർ ആണോ? നമ്മൾ എക്സ്പോർട്ട് വിത്ത് പേയ്മെന്റ് പറഞ്ഞു, വിത്തൗട്ട് പേയ്മെന്റ് പറഞ്ഞു. 2 ഓപ്ഷൻ ഗവൺമെന്റ് തന്നു. ഈ 2 ഓപ്ഷൻ പറഞ്ഞു. എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? എക്സ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഇത് ആവശ്യമായിട്ട് വരിക. പറഞ്ഞത് ക്ലിയർ ആണോ? കൃഷ്ണ വൺസ് മോർ ഏതാണ് പറയേണ്ടത്? ഓപ്ഷൻ 2 ആണോ 1 ആണോ? രണ്ടും പറയണം. LUT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. അതൊരു അഗ്രിമെന്റ് ആണ്, അതൊരു സൈൻ ചെയ്യേണ്ട അഗ്രിമെന്റ് ആണ്. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയണോ? എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്നുകൂടെ ജസ്റ്റ് രണ്ടും ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്നുകൂടെ പറയേണ്ടതുണ്ടോ? സിമ്പിൾ ആയിട്ട് ഒന്നുകൂടെ പറയണോ? ഓക്കെ ഓക്കെ, ആ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ സീറോ റേറ്റഡ് ആണെന്ന് പറഞ്ഞു അല്ലെ? കംപ്ലീറ്റ് സീറോ എഫക്റ്റ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. അതെല്ലാവർക്കും ഓക്കെ അല്ലേ? സീറോ റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഫ്രോഡ് നടക്കാനുള്ള ചാൻസ് ഉണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഗവൺമെന്റ് ഒരു കൺട്രോൾ മെക്കാനിസം കൊണ്ടുവന്നത്. ഗവൺമെന്റ് കൺട്രോൾ മെക്കാനിസം കൊണ്ടുവന്നു. എന്താണ് കൺട്രോൾ മെക്കാനിസം?
നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് ചെയ്യണം. അത് എത്രയായിരിക്കും ചെയ്യേണ്ടി വരിക? നമ്മൾ നോർമലി ഇവിടെ നാട്ടിൽ സെയിൽ നടത്തുമ്പോൾ എത്രയാണോ ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യുന്നത്, അതെന്ത് ചെയ്യാം? നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അഡ്വാൻസ് ആയിട്ട് ഗവൺമെന്റിലോട്ട് പേ ചെയ്യാം. ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? എക്സ്പോർട്ട് നടന്നതിന് ശേഷം നമുക്ക് ഈ കൊടുത്ത അഡ്വാൻസ് പേയ്മെന്റ് ഉണ്ടല്ലോ, അത് റീഫണ്ട് കിട്ടും. അതിനെയാണ് എന്ത് ചെയ്യുക? ഒന്നാമത്തെ കൺട്രോൾ മെക്കാനിസം ആണ് എക്സ്പോർട്ട് വിത്ത് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇതെന്താണ് പറഞ്ഞു? ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം. നമ്മൾ ഈ ടാക്സ് അടക്കുന്നതിന് മുഖേന ഗവൺമെന്റിന് എന്ത് മനസ്സിലാവും? ഇത്ര ടാക്സ് എമൗണ്ട് ഇവർ അഡ്വാൻസ് പേയ്മെന്റ് നടത്തിയപ്പോ അവർക്ക് മനസ്സിലാവും എന്ത്? ഇത്ര എമൗണ്ട് വരുന്ന സെയിലാണ് ഇവർ നടത്തിയത്. അതറിയാൻ വേണ്ടിയിട്ട് മാത്രം, ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യാം? അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാം. ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ് ഗവൺമെന്റ് തന്നെ എന്ത്? നിങ്ങൾ അഡ്വാൻസ് ടാക്സ് ഒന്നും പേ ചെയ്യണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? LUT എന്ന് പറയുന്ന ആ ബോണ്ട് ജസ്റ്റ് സൈൻ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് അഡ്വാൻസ് അടക്കുന്നതിന് പകരമായിട്ട് ഈ LUT എന്ന് പറയുന്ന ബോണ്ട് ജസ്റ്റ് സൈൻ ചെയ്യുക. എന്താണ് ആ ബോണ്ടിൽ പറയുന്നത്? നമ്മള് ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് 3 മാസത്തിനുള്ളിൽ എക്സ്പോർട്ട് ചെയ്തിരിക്കണം. ഇല്ലാത്ത പക്ഷം എന്താവും? നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ 1 ചൂസ് ചെയ്യേണ്ടി വരും. അതായത് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ എക്സ്പോർട്ട് വിത്ത് പേയ്മെന്റ് ചൂസ് ആവും. ക്ലിയർ അല്ലേ? അങ്ങനെ ചൂസ് ആവുന്നുള്ളതും പോരാ, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 3 മാസം ഡിലേ ആക്കിയതിന് 18% ഇൻട്രസ്റ്റ് ഗവൺമെന്റിലോട്ട് പേ ചെയ്യണം. ഓക്കെ ആണോ? എക്സ്പോർട്ടിന് ശേഷം നമുക്ക് അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തത്, ടാക്സ് അഡ്വാൻസ് അടച്ചത് റീഫണ്ട് കിട്ടും, ഇൻട്രസ്റ്റ് റീഫണ്ട് കിട്ടത്തില്ല. അപ്പൊ ക്ലിയർ ആണോ കൃഷ്ണ? ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ ആണല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ടേബിളിലോട്ട് പോകല്ലേ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണ്. നമ്മൾ 7ാമത്തെ ടേബിളിലോട്ട് പോവാണ്. 6ാമത്തെ ടേബിൾ എക്സ്പോർട്ട് പറഞ്ഞു. ഇനി 7ാമത്തെ ടേബിൾ പോകണം. എന്താ 7ാമത്തെ ടേബിള്? ടാക്സ് ലയബിലിറ്റി അഗെയിൻസ്റ്റ് അഡ്വാൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കൊരു എക്സാമ്പിൾ വഴി നോക്കാം. ടാക്സ് ലയബിലിറ്റി അഗെയിൻസ്റ്റ് അഡ്വാൻസ് എന്താണെന്നുള്ളത്. ഇത് അപ്ലിക്കബിൾ ആവുന്നത് ഓൺലി സർവീസിന് മാത്രമാണ്. ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ഇത് എന്തല്ല, ഗുഡ്സിന് ഇത് അപ്ലിക്കബിൾ അല്ല, സർവീസിന് മാത്രമാണ് അപ്ലിക്കബിൾ. ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കി വെക്കാം. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാന്ന് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? അഡ്വാൻസ് ചിലപ്പോൾ വാങ്ങിക്കൂലേ? നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചെയ്യണം? GST കൂടെ കളക്ട് ചെയ്യണം. അത് എന്തിനു മാത്രമാണ്? സർവീസിന് മാത്രമാണ്. ഗുഡ്സ് സെയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് നമുക്ക് വാങ്ങിക്കാം, പക്ഷെ എന്ത് ചെയ്യേണ്ടതില്ല? GST വാങ്ങിക്കേണ്ടതില്ല. ഇത് അപ്ലിക്കബിൾ ആവുന്നത് സർവീസിന് മാത്രമാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കി വെക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ എല്ലാവർക്കും ക്ലിയർ ആവും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കി വെക്കാം. റംഷാദ് എന്ന ഞാൻ ആരാണ്? ഒരു കോൺട്രാക്ടർ ആണ് അല്ലെ? ഇവിടെ എഴുതിയിട്ടുണ്ട്. റംഷാദ് ഒരു കോൺട്രാക്ടർ ആണ്. എന്റെ ക്ലയന്റ് ആണ് ആര്? അജ്മൽ എന്റെ ക്ലയന്റ് ആണ്. അജ്മൽ എന്നോട് പറയാണ്, റംഷാദ് എനിക്ക് എന്ത് ചെയ്യണം? ഒരു ബിൽഡിംഗ് നിർമ്മിച്ചു തരണം. ഈ ബിൽഡിംഗ് നിർമ്മിച്ചു കൊടുക്കാൻ എന്താ ഒരു സർവീസ് അല്ലേ? ഞാൻ കോൺട്രാക്ടർ ആണ്. അജ്മൽ ആരാണ്? എന്റെ ക്ലയന്റ് ആണ്. അജ്മൽ എന്നോട് ആവശ്യപ്പെടുകയാണ് ഒരു ബിൽഡിംഗ് നിർമ്മിച്ചു തരണം. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ അജ്മൽ, നമുക്ക് ബിൽഡിംഗ് എന്ത് ചെയ്യാം? നിർമ്മിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ എന്ത് ചെയ്യണം? അജ്മലിനോട് ഞാൻ പറഞ്ഞു, അജ്മല് നമുക്ക് ബിൽഡിംഗ് നിർമ്മിക്കുന്നതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ടോട്ടല് 50,000 രൂപ കോസ്റ്റ് വരും എന്ന് പറഞ്ഞു. 50,000 രൂപ കോസ്റ്റ് വരും എന്ന് പറഞ്ഞു. അജ്മല് ഓക്കെ പറഞ്ഞു. ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അജ്മലിനോട് ഞാൻ പറഞ്ഞു ബിൽഡിംഗ് നിർമ്മിക്കുന്നതിനായിട്ട് നമുക്ക് 50,000 കോസ്റ്റ് വരുന്നുണ്ട്. അജ്മൽ ഓക്കെ പറഞ്ഞു. അജ്മല് പറഞ്ഞു, അജ്മല്
ഞാൻ എന്താണ് GST രജിസ്ട്രേഷൻ എടുത്ത ഒരു വ്യക്തിയാണ്. എന്ത് ചെയ്യും? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് സോറി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? GST എടുത്ത വ്യക്തി ആയതുകൊണ്ട് തന്നെ 50,000 പ്ലസ് എനിക്ക് എന്ത് വരുന്നുണ്ട്? 5% GST വരുന്നുണ്ട്. അപ്പൊ അജ്മലിനോട് പറഞ്ഞു 50,000 പ്ലസ് 2,500 എന്ത് വരുന്നുണ്ട്? GST 5%, 2,500 GST വരുന്നുണ്ട്. അപ്പൊ 52,500 എന്ത് വേണം? ടോട്ടൽ എനിക്ക് തരണം. അജ്മൽ ഓക്കെ പറഞ്ഞു. ഞാൻ അജ്മലിനോട് പറഞ്ഞു 3 മാസമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ബിൽഡിംഗ് നിർമ്മിക്കാനായിട്ട് സമയം വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ ഇതേതാ മാസം? ഫെബ്രുവരി ആണ് അല്ലെ? ഫെബ്രുവരി ആവുന്ന സമയത്ത് ബിൽഡിംഗ് നിർമ്മിക്കാനായിട്ട് എനിക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? അഡ്വാൻസ് എമൗണ്ട് ആവശ്യമുണ്ട്. ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എനിക്ക് അഡ്വാൻസ് തരണം. അജ്മൽ പറഞ്ഞു ഓക്കെ പറഞ്ഞു അല്ലെ? അജ്മൽ ഓക്കെ ആണ്. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ അജ്മലിന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ അഡ്വാൻസ് വാങ്ങാൻ. അപ്പൊ GST റൂള് പ്രകാരം നമ്മൾ പറഞ്ഞു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അഡ്വാൻസിന്റെ കൂടെ GST കളക്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ഗുഡ്സിനല്ല, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് വാങ്ങുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ വാല്യൂന്റെ കൂടെ അതിന്റെ അഡ്വാൻസ് GST കൂടെ അഡ്വാൻസ് വാങ്ങണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അഡ്വാൻസ് 10,000 രൂപ വാങ്ങണം. അതിന്റെ 5% എത്ര? 500 രൂപ GST കൂടെ വാങ്ങണം. ടോട്ടൽ എത്ര? 10,500 രൂപ GST അജ്മലിന്റെ കയ്യിൽ നിന്ന് വാങ്ങണം. ഈ പറഞ്ഞത് ഓക്കെ ആണോ? ക്ലിയർ ആണോ? നമുക്ക് അടുത്തിലോട്ട് പോവാം. ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ നോക്കാം. ഈ പറഞ്ഞത് ക്ലിയർ ആണോ? എല്ലാവരും ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ അജ്മലിന്റെ അടുത്തുനിന്ന് ഞാൻ എന്ത് ചെയ്തു? 10,000 പ്ലസ് 500 GST വാങ്ങി. ഓക്കെ അല്ലേ? അപ്പൊ ഈ അടുത്ത് നോക്കാം. റംഷാദ് ഇഷ്യൂസ് റിസീപ്റ്റ് വൗച്ചർ ഫോർ ദി അഡ്വാൻസ് എമൗണ്ട് 10,500. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആ സമയത്ത് നമുക്ക് ടാക്സ് ഇൻവോയ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് എന്ത്? റിസീപ്റ്റ് വൗച്ചർ. ക്ലിയർ അല്ലേ? GSTയില് റിസീപ്റ്റ് വൗച്ചറിന് ആകെ ഒറ്റ പർപ്പസേ വരുന്നുള്ളൂ. ആ പർപ്പസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് ഇൻവോയ്സിന് പകരമായിട്ട് റിസീപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യും. 10,500 കാണിച്ചുകൊണ്ടുള്ള റിസീപ്റ്റ് വൗച്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോ നമ്മള് ഇത് കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി. നമ്മൾ 3 മാസത്തെ കോൺട്രാക്ട് അല്ലേ പറഞ്ഞത്? അപ്പൊ എങ്ങനെ ഉണ്ടാവും? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. നമ്മൾ തന്നെ ഉണ്ടാവും ഏപ്രിൽ മാസത്തിൽ ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 10,500 ഫെബ്രുവരി മാസം ഞാൻ വാങ്ങിച്ചു. അജ്മലിന്റെ കയ്യിൽ നിന്ന് 10,500 വാങ്ങിച്ചു. ഇനി ഇത് എന്ത് ചെയ്യണം? ഇത് GSTR1 നമ്മൾ കാണിക്കണം. അതായത് ഫെബ്രുവരി 1 ഇപ്പൊ നമ്മൾ 10,500 രൂപ വാങ്ങിച്ചില്ലേ? ഈ 10,500 രൂപയാണ് GSTR1 7ാമത്തെ ടേബിളിൽ കാണിക്കേണ്ടത്. ക്ലിയർ ആണോ? 7ാമത്തെ ടേബിളിന്റെ പേരെന്തായിരുന്നു? ടാക്സ് ലയബിലിറ്റി അഗെയിൻസ്റ്റ് അഡ്വാൻസ്. അഡ്വാൻസ് വാങ്ങിച്ച എമൗണ്ടില്ലേ അതിന്റെ ടാക്സ് ലയബിലിറ്റി നമ്മൾ 7ാമത്തെ ടേബിളിൽ കാണിക്കണം. 10,000 പ്ലസ് 500 കാണിക്കണം. കണ്ടോ? ഇവിടെ കണ്ടോ? ഫെബ്രുവരിയിലെ GSTR1 എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം ദി അഡ്വാൻസ് എമൗണ്ട്. എത്രയാണ് അഡ്വാൻസ് എമൗണ്ട്? 10,500. ക്ലിയർ ആണോ? എവിടെ കാണിക്കണം? 7ാമത്തെ ടേബിളില്. എന്നിട്ട് എന്താവും? 7ാമത്തെ ടേബിളിൽ നമ്മൾ ഈ എമൗണ്ട് കാണിച്ചില്ലേ? 10,000 പ്ലസ് 500 ടാക്സ് എമൗണ്ട് കാണിച്ചു. ഇതെന്താവും? ഫെബ്രുവരിന്റെ 3B, അതായത് ഫെബ്രുവരി മാസത്തിന്റെ 3Bയിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഈ 500 രൂപ ടാക്സ് ഗവൺമെന്റിലോട്ട് പേ ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് വരുന്നത്. ക്ലിയർ ആണോ? 1 നമ്മൾ 10,500 7ാമത്തെ ടേബിളിൽ കാണിച്ചു. 10,500 7ാമത്തെ ടേബിളിൽ കാണിച്ചു. ആ മാസത്തിന്റെ GSTR3B വഴി നമ്മൾ 500 രൂപ, ആ ടാക്സ് എമൗണ്ട് 500 രൂപ ഗവൺമെന്റിലോട്ട് പേ ചെയ്തു. ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് പോവാം. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ.
നമ്മളിപ്പോ എന്ത് ചെയ്തു? 10,500 രൂപ കളക്ട് ചെയ്ത് അത് ഏഴാമത്തെ ടേബിളിൽ കാണിച്ചു അല്ലേ? ഇനി ഇനി എന്താണ്? നമ്മുടെ അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ച് ഫെബ്രുവരി മാസം വർക്ക് ചെയ്യാൻ തുടങ്ങി 3 മാസത്തിനുള്ളിൽ ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്തു? ബിൽഡിംഗ് നിർമ്മിച്ച് അജ്മലിന് കൊടുക്കണം. അപ്പൊ ഏത് മാസമായിരിക്കും നമ്മൾ കൊടുക്കണ്ടാവുക? ഞാൻ പറഞ്ഞു ഫെബ്രുവരിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഏപ്രിൽ മാസം അല്ലെ, 3-ാമത്തെ മാസം ഏപ്രിൽ മാസം നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്തു. ഇനി എന്ത് ചെയ്യാൻ പോവാണ് നമ്മള്? ടോട്ടൽ നമ്മൾ എത്ര പറഞ്ഞ? 52,500 ടോട്ടൽ വാല്യൂ പറഞ്ഞത്. അതിൽ നമ്മൾ എന്ത് ചെയ്തു? 10,500 രൂപ നമ്മൾ അഡ്വാൻസ് വാങ്ങിച്ചു. ഇനി എത്ര തരാണ്ടപ്പോ? 42,000 രൂപ അജ്മലി എനിക്ക് തരാനുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്താണ്? ഏപ്രിൽ മാസം നമ്മൾ വർക്കൊക്കെ ഫിനിഷായി. ഇനി എന്ത് ചെയ്യാം? ഫിനിഷായി ഫുൾ എമൗണ്ട് നമ്മൾ വാങ്ങിക്കാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അജ്മലിന് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റും അല്ലേ? അജ്മലിന് നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും. എന്ന് ചെയ്യും? ഏപ്രിൽ മാസം. ക്ലിയർ അല്ലേ? എത്ര? ടാക്സ് ഇൻവോയ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഫുൾ എമൗണ്ട് കാണിക്കും. 52,500 കാണിച്ചുകൊണ്ടുള്ള ടാക്സ് ഇൻവോയ്സ് നമ്മൾ അജ്മലിന് ഇഷ്യൂ ചെയ്യും. ഫുൾ എമൗണ്ട് ആണ് ടാക്സ് എമൗണ്ടിൽ, സോറി, ടാക്സ് ഇൻവോയ്സിൽ ഏപ്രിൽ മാസം കാണിക്കുക. ക്ലിയർ അല്ലേ? 52,500 കാണിച്ചുകൊണ്ടുള്ള ഇത് നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് ഇൻവോയ്സ് അജ്മലിന് ഇഷ്യൂ ചെയ്യും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ അജ്മല് ആരാണ്? അജ്മല് എന്നെ പോലെ GST രജിസ്ട്രേഷൻ എടുത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മള് അപ്പൊ ഞാൻ ഈ സെയിൽ എവിടെ കാണിക്കണം? ഏപ്രിൽ മാസം നമ്മള് B2Bയിൽ പോയിട്ട് കാണിക്കും അല്ലേ? ഞാൻ പറഞ്ഞാലും ക്ലിയർ ആയപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏപ്രിൽ മാസം വർക്ക് ഫിനിഷ് ചെയ്തു. 52,500 രൂപ ടോട്ടൽ കാണിച്ചു കൊണ്ടുള്ള ടാക്സ് ഇൻവോയ്സ് ഞാൻ അജ്മലിന് ഇഷ്യൂ ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? എനിക്കിവിടെ ഒരു സെയിൽ നടന്നില്ലേ? സർവീസ് ഒരു സെയിൽ നടന്നില്ലേ? ഞാനത് എന്ത് ചെയ്യണം? എന്റെ GST ഒരെണ്ണം ഓപ്പൺ ചെയ്യുക. അതിൽ ഏതിലാണോ കാണിക്കേണ്ടത് അതിൽ പോയി കാണിക്കുക. അപ്പൊ അജ്മല് രജിസ്ട്രേഷൻ എടുത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സെയിൽ നടത്തിയതായിരിക്കുക B2Bയിൽ കാണിക്കണം അല്ലെ? രജിസ്ട്രേഷൻ എടുത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ B2Bയിൽ പോയി കാണിക്കുക. അപ്പൊ അജ്മൽ അൺരജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാണിക്കും? B2Cയിൽ കാണിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഏപ്രിലിന്റെ GSTR1 റിപ്പോർട്ട് ചെയ്യുക ദി ഫുൾ ഇൻവോയ്സ് എമൗണ്ട്. എത്ര? 52,500 രൂപ. ഇൻ ദി B2B ടേബിൾ. അജ്മലി രജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ B2Bയിൽ കാണിക്കുക. അൺരജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ B2Cയിൽ കാണിക്കുക. അത് നമുക്ക് അറിയണ കാര്യമില്ലേ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരു സംശയം എന്തായിരിക്കും? നമ്മൾ 52,500 കാണിച്ചു. അപ്പൊ നമ്മള് ഫെബ്രുവരി മാസം എന്താണ് കാണിച്ചത്? 10,500 അന്ന് കാണിച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവും? 500 രൂപ അന്ന് തന്നെ നമ്മൾ ടാക്സ് എമൗണ്ട് ഗവൺമെന്റിലോട്ട് പേ ചെയ്തില്ലേ? അപ്പൊ ഇനി നമ്മള് 2,500 രൂപ അല്ലെ? ഇതിന്റെ ഫുള്ള് ടാക്സ് എത്രയായിരുന്നു? 2,500 രൂപ. അത് ഇനി ഗവൺമെന്റിലോട്ട് പേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതിൽ നമ്മൾ ഓൾറെഡി 500 രൂപ എന്ന് പേ ചെയ്തു. ഫെബ്രുവരി മാസം പേ ചെയ്തു. ഓർമ്മയില്ലേ? നമ്മൾ ഏഴാമത്തെ ടേബിളിൽ കാണിച്ചത്. അപ്പൊ നമ്മൾ GSTR1 52,500 കാണിച്ചു കഴിഞ്ഞാൽ ഈ 2,500 രൂപ ടാക്സ് നമ്മുടെ 3Bയിലോട്ട് വരും, ഗവൺമെന്റിലോട്ട് പേ ചെയ്യാനായിട്ട് അല്ലേ? അപ്പൊ അങ്ങനെ വരാൻ പാടുണ്ടോ? പാടില്ല. കാരണം എന്താ? നമ്മൾ 500 രൂപ ഓൾറെഡി ഗവൺമെന്റിലോട്ട് പേ ചെയ്ത് കഴിഞ്ഞു അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് എട്ടാമത്തെ ടേബിൾ ഇവിടെ ഉള്ളത്. എന്താണ് ടേബിളിന്റെ പേര്? ടേബിളിന്റെ പേര് തന്നെ എന്താണ്? അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അഡ്വാൻസ്. അഡ്വാൻസിന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. എന്താ ചെയ്യേണ്ടപ്പോ? ഏപ്രിൽ മാസത്തിന്റെ GSTR1 റിപ്പോർട്ട് ചെയ്യുക. എന്താ റിപ്പോർട്ട് ചെയ്യേണ്ടത്? നമ്മൾ ഫെബ്രുവരി മാസം ഏഴാമത്തെ ടേബിളിൽ കാണിച്ച 10,500 രൂപയില്ലേ? അതെന്ത് ചെയ്യാം? ഏപ്രിൽ മാസം വർക്ക് ഫിനിഷായ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്തു? 52,500 B2Bയിൽ കാണിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ സെയിം മന്ത്, അതായത് ഏപ്രിൽ മാസം എട്ടാമത്തെ ടേബിളിൽ വന്നിട്ട് 10,500 രൂപ എട്ടാമത്തെ ടേബിളിൽ കാണിക്കുക. അപ്പൊ എന്താവും? ഈ 52,500-ലെ 2,500 ടാക്സ് എമൗണ്ട് ഉള്ളതിന് ഈ 500 രൂപ അഡ്ജസ്റ്റ് ആയിട്ട് 2,000 രൂപ മാത്രമേ എന്താവുള്ളൂ? 3Bയിലോട്ട് പോകത്തുള്ളൂ. ക്ലിയർ ആണോ? പറഞ്ഞാലും ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ആയോ? 2,500 രൂപ ടാക്സ് ലയബിലിറ്റി വരാതിരിക്കാനാണ് എന്ത് ചെയ്തത്? ഈ 52,500 കാണിച്ച ആ മാസത്തിൽ തന്നെ എട്ടാമത്തെ ടേബിൾ ഏതാണ്? അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അഡ്വാൻസ്. അതിൽ പോയിട്ട് 10,500 അല്ലേ?
അത് നമ്മൾ കാണിക്കുക. അപ്പൊ എന്താവും, 500 രൂപ അതിൽ നിന്ന് മൈനസ് ആയിട്ട് 2000 രൂപ മാത്രമേ നമുക്ക് പേ ചെയ്യാനുള്ളതായിട്ട് റീബിൽ പോകത്തുള്ളൂ. ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ ആണോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയോ, ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണല്ലേ? ശരി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താവും, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 3Bയിൽ 2000 രൂപ എമൗണ്ട് വരുള്ളൂ. അപ്പൊ നമുക്ക് പ്രശ്നമല്ല. 500 രൂപ നേരത്തെ ഗവൺമെന്റിലോട്ട് അടച്ചു കഴിഞ്ഞു, 2000 രൂപ ഇപ്പൊ അടക്കുന്നു, 2500 ടോട്ടൽ ഗവൺമെന്റിലോട്ട് പേ ചെയ്തു. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആണല്ലേ? അപ്പൊ നമ്മൾ 7ാമത്തെ ടേബിൾ 8ാമത്തെ ടേബിൾ ഇപ്പൊ പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ടേബിള് അവിടെ ഫിനിഷായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, GSTR 1 9ാമത്തെ ടേബിളിലോട്ട് പോകാം. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് 9ാമത്തെ ടേബിൾ നോക്കി വെക്കാം. 9ാമത്തെ ടേബിളിന്റെ പേരെന്താണ്? സപ്ലയർ മെയ്ഡ് ത്രൂ ECO. ECOയിലൂടെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കാണിക്കേണ്ടത്. അപ്പോ എന്താണ് ECO? ECOന്റെ ഫുൾ ഫോം എന്താണ്? ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. എന്താണ് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ? ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന, നമ്മളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വെബ്സൈറ്റുകളാണ്, പ്ലാറ്റ്ഫോംസ് ആണ്? ഫ്ലിപ്കാർട്ട്, ആമസോൺ, അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഒക്കെ അല്ലേ? അങ്ങനത്തെ പ്ലാറ്റ്ഫോംസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ECO, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. ECO എന്താന്ന് മനസ്സിലായില്ലേ? ഒരുപാട് ECO ഉണ്ടല്ലേ നമ്മുടെയൊക്കെ ഇതില്. സൊമാറ്റോ, ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ ഒരുപാട് ECO ഉണ്ട്. ഓയോ, സ്വിഗ്ഗി, അങ്ങനത്തെ ഒരുപാട് ECOs ഇല്ലേ? അതിലൂടെ നമ്മൾ സെയിൽ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സെയിലാണ് എന്ത് ചെയ്യേണ്ടത്, 9ാമത്തെ ടേബിളിൽ കാണിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, എനിക്കൊരു റെസ്റ്റോറന്റ് ഉണ്ട്. എന്തുണ്ട്? ഓക്കെ, അത് വേണ്ട, മൊബൈൽ ഷോപ്പ് തന്നെ ആയിക്കോട്ടെ. എനിക്ക് എന്റെ മൊബൈല് ഞാൻ എന്ത് ചെയ്യാണ്, ഫ്ലിപ്കാർട്ട് വഴി വിൽക്കാണ്. ഞാൻ എന്റെ മൊബൈല് ഫ്ലിപ്കാർട്ട് വഴി വിൽക്കാണ്. അതായത് ഞാൻ എന്റെ മൊബൈൽ ഫ്ലിപ്കാർട്ടിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തു. മറ്റൊരു കസ്റ്റമർ വന്നിട്ട് എന്ത് ചെയ്തു, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ മൊബൈൽ എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, എന്റെ മൊബൈൽ അതിൽ കൂടെ സെയിലായില്ലേ? മെയ്ഡ് ECO വഴി എന്റെ മൊബൈൽ ഫോൺ എന്തായി, സെയിലായി. അങ്ങനെ ഞാൻ സെയിൽ നടത്തി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, 9ാമത്തെ ടേബിളിൽ വന്നിട്ട് അത് കാണിക്കണം. ക്ലിയർ ആണോ? ഇവിടെ നോക്കാം, ഡീറ്റെയിൽസ് ഓഫ് ദി സപ്ലൈ മെയ്ഡ് ത്രൂ ECO വഴി നമ്മൾ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് കാണിക്കേണ്ടത്. പിന്നെന്താ പറയുന്നത്, നമുക്ക് 2 തരം സെയിൽ ഇതിൽ വരുന്നുണ്ട്. മീൻസ് 2 തരം ECO വരുന്നുണ്ട്. ECO ഏതൊക്കെയാണ്? ഇവിടെ കണ്ടോ, സെക്ഷൻ 52 പ്രകാരമുള്ള ECO ഉണ്ട്. അതേപോലെ തന്നെ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പ്രകാരമുള്ള ECO ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, 52 പ്രകാരമുള്ള ECO എന്താന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മള് സെയിൽ ചെയ്യുന്ന സമയത്ത് TCS പറഞ്ഞൊരു സംഭവമുണ്ട്. കൺഫ്യൂഷൻ ആവണ്ട, പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോ ഞാൻ എന്റെ മൊബൈല് ഫ്ലിപ്കാർട്ടിൽ ഇട്ടു അല്ലെ, അവരത് സെയിൽ ചെയ്തു. സെയിൽ ചെയ്തിട്ട് ഫ്ലിപ്കാർട്ട് എനിക്ക് പൈസ തരുന്നതിന് മുമ്പായിട്ട് അവരെന്ത് ചെയ്യും, അതിന്റെ 1% TCS പിടിക്കും. TCS എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. 1% എന്ത് ചെയ്യും, TCS പിടിക്കും. അങ്ങനെ പിടിക്കുന്ന ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്, മനസ്സിലായോ? അങ്ങനെ പിടിക്കുന്ന ECOs ഉണ്ടാവും. അങ്ങനെ പിടിക്കുന്ന ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ വഴിയാണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ കാണിക്കുക. ഇപ്പൊ ഫ്ലിപ്കാർട്ട് ആണെന്നുണ്ടെങ്കിലും ആമസോൺ ആണെന്നുണ്ടെങ്കിലും അവരൊക്കെ TCS പിടിക്കുന്ന ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ അതുവഴി നമ്മൾ സെയിൽ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞു 52 പ്രകാരമുള്ളതുണ്ട്, പിന്നെ
9(5) ഉണ്ട് അല്ലെ. എന്താ 9(5) പറഞ്ഞു കഴിഞ്ഞാല് 5 കേസ് ഉണ്ട്. 5 ECO വരുന്ന കേസാണ് 9(5) പറയുന്നത്. ആ 5 കേസിൽ വരുന്ന ECOയിലൂടെയാണ് നമ്മൾ സെയിൽ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും അവിടെ കാണിക്കണം, 9ാമത്തെ ടേബിളിൽ കാണിക്കണം. ആ 5എണ്ണം ഏതാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് മൈൻഡിൽ കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ചെയ്യേണ്ട, റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് ചെയ്താലും മതി. 9(5) പ്രകാരമുള്ള ECO ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ആണ് പറയുന്നത്. എന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലുള്ള ഊബർ ഒക്കെ അല്ലേ, ഊബർ, മോട്ടോർ ടാക്സി, മോട്ടോർ ക്യാബ്, അങ്ങനെ നമ്മള് ആൾക്കാരെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്, ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസഞ്ചർ ചെയ്യുന്ന അതിലൂടെ നമ്മൾ സെയിൽ നടത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഇവിടെ 9ാമത്തെ ടേബിളിൽ കാണിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇപ്പൊ എനിക്കൊരു ഓഫീസ് ഉണ്ട്, എൻ്റെ അടുത്ത് കുറെ കാറുണ്ട്. അതെന്ത് ചെയ്ത് ഞാൻ ഊബറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഊബർ വഴി ഞാൻ ഈ കാറുകൾ എന്ത് ചെയ്യണം, ഓട്ടത്തിന് വിടുകയാണ്. ക്ലിയർ അല്ലേ? ഓട്ടത്തിന് വിടുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ബുക്ക് ചെയ്യുന്നു, ഓട്ടം നടക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഊബർ വഴിയല്ലേ ഞാൻ സെയിൽ നടത്തിയത്, ആ സെയിലാണ് ഇവിടെ കാണിക്കേണ്ടത്, 9ാമത്തെ ടേബിളിൽ കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? 9(5) വരുന്ന 1ാമത്തെ കേസാണ് ഞാൻ ഇത് പറഞ്ഞത്. പിന്നെന്ത് വരുന്നുണ്ട്, അക്കമഡേഷൻ ഓഫ് ഹോട്ടൽ വരുന്നുണ്ട്. ഹോട്ടൽ സർവീസ് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടില് ഓയോ, മേക്ക് മൈ ട്രിപ്പ് ഒക്കെ അല്ലേ, അതുവഴി സെയിൽ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഹോട്ടൽ ഉടമസ്ഥൻ എന്ത് ചെയ്യണം, ഇവിടെ 9ാമത്തെ ടേബിളിൽ വന്ന് ഓയോ പ്ലാറ്റ്ഫോം വഴി ഞാൻ ഇത്ര സെയിൽ നടത്തി, അങ്ങനെ കാണിക്കുക. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോ സെക്ഷൻ 52 പ്രകാരമുള്ള പ്ലാറ്റ്ഫോം ആൻഡ് ECO, അതേപോലെ 9(5) പ്രകാരമുള്ള 5 ECO, ഇതിലൂടെ സെയിൽ നടത്തിയതാണ് എന്ത് ചെയ്യേണ്ടത്, ടേബിൾ 9ൽ കാണിക്കേണ്ടത്. ഇത് നമ്മൾ എന്ത് ചെയ്യും, സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്, അപ്പോൾ ഏതൊക്കെയാണ് അതിൽ കറക്റ്റ് വരുന്ന ECO പ്ലാറ്റ്ഫോംസ് എന്നുള്ളതൊക്കെ നമ്മൾ കറക്റ്റ് പറയും. അപ്പൊ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയോ? ക്ലിയർ ആണോ? 9ാമത്തെ ടേബിൾ 9ാമത്തെ ടേബിൾ ക്ലിയർ ആണോ? ഓക്കെ, ശ്രുതി ക്ലിയർ ആണ്, വിനോദ് ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10ാമത്തെ ടേബിളിലോട്ട് പോകാം. അപ്പൊ 10ാമത്തെ ടേബിൾ പോവാം. എന്താണ് 10ാമത്തെ ടേബിളിന്റെ പേര്? സപ്ലൈസ് അണ്ടർ സെക്ഷൻ 9(5). നമ്മളിപ്പോ 9(5)നെ പറ്റി ചെറിയൊരു ഔട്ട്ലുക്ക് തന്നില്ലേ. ഈ 9(5)ൽ പറയുന്ന 5 ECO, എത്ര ഉണ്ട്? 5 ECO ഉണ്ട്. ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അവർക്ക് അവര് കാണിക്കേണ്ട ടേബിൾ ആണ് 10ാമത്തെ ടേബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു, ഓയോന്റെ കേസ് പറഞ്ഞു അല്ലേ. ഇപ്പോ ഓയോ എത്ര സെയില് നടത്തി, ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ 5 കേസ് ഉണ്ട് പറഞ്ഞു. അതിൽ 1ാമത്തെ തന്നെ എന്ത് പറഞ്ഞേ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്. അതായത് ഫോർ എക്സാമ്പിൾ ഊബർ എന്ന് പറയുന്ന ECO, അവർക്ക് ഒരു മാസം എത്ര സെയില് നടന്നു, അവർക്ക് ഒരു മാസം, ഈ ഫെബ്രുവരി മാസം അവർക്ക് ഊബർ വഴി എത്ര സെയില് നടന്നു, അതാണ് ടേബിൾ 10ൽ കാണിക്കേണ്ടത്. ക്ലിയർ ആണോ? 9ാമത്തെ ടേബിൾ ആരാണ് കാണിക്കേണ്ടത്, അവിടെ സപ്ലയർ ആണ് കാണിക്കേണ്ടത്. അതായത് നമ്മുടെ കേസിൽ ആര് കാണിക്കണം, ഹോട്ടൽ ഉടമസ്ഥൻ കാണിക്കണം. റെസ്റ്റോറന്റ് ആണെന്നുണ്ടെങ്കിൽ റെസ്റ്റോറന്റ് ഇപ്പോ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ വഴി ECO വഴി സെയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റെസ്റ്റോറന്റ് ഉടമസ്ഥനാണ് ഇതിൽ കാണിക്കേണ്ടത്, സപ്ലയർ ആണ് കാണിക്കേണ്ടത്, നോട്ട് ECO. ക്ലിയർ അല്ലേ? ഇവിടെ ആരാണ് കാണിക്കേണ്ടത്, ഇവിടെ ECO ആണ് കാണിക്കേണ്ടത്. അവർക്ക് നടന്ന സെയില് 10ാമത്തെ ടേബിളിൽ വന്ന് കാണിക്കുക. എല്ലാ ECO ഉണ്ടോ? ഇല്ല. 9(5)ൽ പറയുന്ന 5 ECO, ആ 5 ECO കേസാണ് 1ാമത്തെ നമ്മൾ പറഞ്ഞ. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് പറയാം. ഒന്ന്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്. ട്രാൻസ്പോർട്ടേഷൻ ജസ്റ്റ് പറഞ്ഞു തരാം.
അതാവുമ്പോ ആ 5 ആൾക്കാർ ആരൊക്കെ എന്നുള്ളത് എല്ലാവർക്കും ജസ്റ്റ് മനസ്സിലാവും. ഒന്നാമത്തെയാണ് എന്ത്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്. അതിന്റെ കേസാണ് നമ്മൾ ആരൊക്കെ പറഞ്ഞത്, ഊബർ ആയാലും ഓല, അതേപോലെ മേക്ക് മൈ ട്രിപ്പ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തതാണ് അതേപോലെ ഒമിനി ബസ് ഉണ്ട്, ഒമിനി ബസ്. ക്ലിയർ അല്ലേ? ഇതേപോലെ തന്നെ നമ്മുടെ AC ബസ്സുകൾ ഉണ്ടാവില്ലേ, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന അവര്, അവർക്ക് എത്ര സെയിൽ വന്നു അതെന്തിൽ കാണിക്കണം, 10ാമത്തെ ടേബിളിൽ കാണിക്കുക. മൂന്നാമത്തത് അക്കോമഡേഷൻ ഓഫ് ഹോട്ടൽ, അക്കോമഡേഷൻ ഓഫ് ഹോട്ടൽ. ഇതിലാണ് ഏത് വരുന്നത്, മറ്റേ ഇപ്പൊ പറഞ്ഞ ഓയോ അതൊക്കെ വരുന്നത്. ഇതിലാണ് വരുന്നത് ഊബർ വരുന്നത്. ഇതിലാണ് നമ്മുടെ AC ബസ്സൊക്കെ വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നാലാമത്തതാണ് വരുന്നത് അതേപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് സർവീസസ്, ഹൗസ് കീപ്പിംഗ് സർവീസസ്. ഹൗസ് കീപ്പിംഗ് സർവീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു സൈറ്റ്, ECO സൈറ്റ് ഉണ്ട്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഹൗസ് കീപ്പിംഗ് സർവീസ് ആണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ലൈക്ക് പ്ലംബിങ്, അതേപോലെ കാർപെൻറ്ററിങ്, പെയിന്റിംഗ് ഒക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ ECOയിൽ കയറിയിട്ട്, ഇവരുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് എംപ്ലോയീസിനെ എടുക്കാൻ പറ്റും. അങ്ങനെ എംപ്ലോയീസിനെ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ എംപ്ലോയീസിനെ കൊടുത്തിട്ട് നമ്മളെ വീട്ടിൽ വർക്ക് നടത്തും. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇതിലോട്ടാണ് എന്ത് ചെയ്യുക, പേ ചെയ്യാം. അപ്പോ ഇവർക്ക് അതൊരു സെയിലല്ലേ, ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുന്ന ECO ഒക്കെ അതൊരു സെയിലല്ലേ. അങ്ങനെ സെയിൽ നടക്കുമ്പോൾ ഇവരെന്ത് ചെയ്യണം, 10ാമത്തെ ടേബിളിൽ വന്ന് ഈ മാസം ഇത്ര സെയിൽ നടന്നു അങ്ങനെ കാണിക്കാം. അപ്പൊ 4 പറഞ്ഞു. അഞ്ചാമത്തതാണ് റെസ്റ്റോറന്റ് സർവീസ്, റെസ്റ്റോറന്റ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെസ്റ്റോറന്റ് എന്ത് ചെയ്യാണ്, സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ ഒക്കെ വഴി ഇല്ലേ, നമ്മൾ എന്ത് ചെയ്യും, വീട്ടിലിരിക്കുന്ന സമയത്ത് ഫുഡൊക്കെ ഓർഡർ ചെയ്യും അല്ലെ. ഏത് കൂടെ ഓർഡർ ചെയ്യാം, സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ വഴിയല്ലേ ഫുഡ് ഓർഡർ ചെയ്യാം. ഈ സ്വിഗ്ഗി സൊമാറ്റോ എന്നൊക്കെ പറയുന്നത് എന്താണ്, ECO ആണല്ലേ, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോ ഇവരൊക്കെ എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്, സെക്ഷൻ 9 GST സെക്ഷൻ 9(5) പ്രകാരം വരുന്ന 5 കേസാണ് ഇപ്പൊ ഞാനീ പറഞ്ഞത്. ഇവർക്ക് നടക്കുന്ന സെയില് ഇവരെന്ത് ചെയ്യണം, നമ്മളെ പോലെ B2Bയിലും B2Cയിലും എന്നല്ല കാണിക്കുക. അവർക്കൊരു പ്രത്യേക ടേബിൾ ഉണ്ട്. അതാണ് 10ാമത്തെ ടേബിൾ, സപ്ലൈസ് അണ്ടർ സെക്ഷൻ 9(5). അതിൽ നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. ക്ലിയർ അല്ലേ? 10 ടേബിൾ നമ്മളിതിപ്പോ ഫിനിഷായി. അത് ക്ലിയർ ആണോ, പറഞ്ഞത് ക്ലിയർ ആണോ? പത്ത് ടേബിൾ നമ്മളിപ്പോ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണല്ലേ? GSTR1 10 ടേബിൾസ് നമ്മൾ ഇപ്പോൾ പഠിച്ചു. എല്ലാവർക്കും 10 ടേബിൾ ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. നമ്മൾ പറഞ്ഞു 10 ടേബിൾസ് ഉണ്ട്. പിന്നെന്തുണ്ട്, ഈ 10 ടേബിൾസിനും അമെന്റ്മെന്റ് ടേബിൾ ഉണ്ട്. എന്തുണ്ട്, അമെന്റ്മെന്റ് ടേബിൾസ് ഉണ്ട്. ക്ലിയർ അല്ലേ? 0.9 9ാമത്തെ ടേബിൾ ആണോ ആനന്ദ് ചോദിക്കുന്നത്? 9ാമത്തെ ടേബിൾ അല്ലേ? 9ാമത്തെ ടേബിൾ എന്താണ്, സപ്ലയർ മെയ്ഡ് ത്രൂ ECO. ECO വഴി നമ്മൾ സെയിൽ നടത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് കാണിക്കുക. ക്ലിയർ അല്ലേ? നമ്മൾ പറഞ്ഞ ഇപ്പൊ ഞാന് എന്ത് ചെയ്യുന്നുണ്ട്, ആനന്ദിന് ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ആനന്ദ് എന്ത് ചെയ്യാണ്, ആ മൊബൈൽസ് സാധാ സെയിൽ പോലെ നടത്തുന്നുണ്ടാവും. അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫ്ലിപ്കാർട്ടിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ട് ഫ്ലിപ്കാർട്ടിൽ മൊബൈൽ സെയിലിന് ഇട്ടിട്ടുണ്ടാവും. ആനന്ദിന്റെ മൊബൈല് ഫ്ലിപ്കാർട്ടിൽ സെയിലിന് ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ ആ മൊബൈല് ഇട്ട മൊബൈല് അത് സെയിലായി പോവാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് ത്രൂ ഒരു കസ്റ്റമർ വന്ന് അത് വാങ്ങിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആനന്ദ് എന്ത് ചെയ്യണം, 9ാമത്തെ ടേബിളിൽ വന്ന്
ECO വഴി നടന്ന സെയിലല്ലേ അത്? അതവിടെ കാണിക്കാം, 9ാമത്തെ ടേബിളിൽ ഒന്ന് കാണിക്കാം. ക്ലിയർ ആണോ? അതിലൂടെയും സെക്ഷൻ 52 പ്രകാരം TCS കളക്ട് ചെയ്യുന്ന ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിലൂടെയും അതേപോലെ തന്നെ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 ഈ പറഞ്ഞ 5 കേസ് ഉണ്ടല്ലോ, അതിലൂടെയും നമ്മൾ സെയിൽ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? 9ാമത്തെ ടാബിളിൽ വന്ന് കാണിക്കാം. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, ആനന്ദിന് ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ടേബിളിലോട്ട് പോവാം. നമ്മൾ പറഞ്ഞു 10 ടേബിൾ ഉണ്ട്. 10 ടേബിളിൽ എന്തുണ്ട്? 10 അമെന്റ്മെന്റ് ടേബിൾ ഉണ്ട് അല്ലേ? നോക്കൂ, 11ാമത്തെ ടേബിൾ എന്താണ്? അമെന്റ്മെന്റഡ് B2B ഇൻവോയ്സസ്. 12 അമെന്റ്മെന്റഡ് B2C ലാർജ്. 13 അമെന്റ്മെന്റഡ് B2C അതേഴ്സ്. അങ്ങനെ കണ്ടോ? ഓരോ നമ്മൾ ഈ പറഞ്ഞ 10 ടേബിളിനും 10 അമെന്റ്മെന്റ് ടേബിളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പ്രീവിയസ് ഇയർ പ്രീവിയസ് പീരിയഡില് എന്തെങ്കിലും ഈ ടാബ്ലറ്റ്സിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനിടയിൽ നമുക്ക് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടാവും. അങ്ങനെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 10 അമെന്റ്മെന്റ് ടേബിൾ ഉണ്ട്. ഇപ്പൊ B2B നമുക്ക് B2B കാണിച്ചത് പിന്നീടാണ് മനസ്സിലായത്, കാണിച്ചത് തെറ്റാണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് 11ാമത്തെ ടേബിളിൽ വന്നിട്ട് എന്താണ്? B2Bന്റെ അമെന്റ്മെന്റ് ടേബിൾ ആണ്. ഇതിൽ വന്നിട്ട് അമെന്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അങ്ങനെ ഓരോ ടാബിളിനും ഓരോ അമെന്റ്മെന്റ് ടേബിൾ ഉണ്ട്. കണ്ടോ? 13 അങ്ങനെ 10 ടേബിൾ ഉണ്ട്. എല്ലാത്തിനും കണ്ടോ ഓരോ അമെന്റ്മെന്റ് ടേബിൾ ഉണ്ട്. അതിൽ ഓരോന്നിൽ ഏതിലാണോ റോങ് ആയി നമ്മൾ പോസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിൽ വന്ന് അമെന്റ് ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും. അപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക. പറഞ്ഞത് ഓക്കെയാണോ? 10 ടേബിൾ ആണ് അപ്പോ ഇങ്ങനെ വരുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര ടേബിൾ ഇപ്പൊ കഴിഞ്ഞു? 10 ടേബിൾ നമ്മൾ ഇങ്ങനെ പറയുകയും ചെയ്തു. സെയിൽ ഡീറ്റെയിൽസ് കാണിക്കാനുള്ളതാണ് 10 ടേബിൾ. ദെൻ നെക്സ്റ്റ് 10 ടേബിൾ എന്താണ്? അമെന്റ്മെന്റിന്റെ ടേബിൾ ആണ് അല്ലെ? അമെന്റ്മെന്റ് കാണിക്കാനുള്ള ടേബിൾ ആണ്. ഈ പറഞ്ഞ 20 ടേബിൾ അപ്പോ ഓക്കെ ആണോ? ക്ലിയർ ആണോ? പറഞ്ഞ ടേബിൾസ് ഒക്കെ ക്ലിയർ ആണോ? ഡബിൾ എൻട്രി ഇൻവോയ്സ് നമ്പർ വന്നാൽ മാറ്റാൻ പറ്റുമോ? 11 ടേബിൾ? യെസ്, നമുക്ക് മാറ്റാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ എല്ലാവർക്കും 20 ടേബിൾസ് ക്ലിയർ ആണ്. ശ്രുതി ഓക്കെ? ഓക്കെ ക്ലിയർ. ശ്രീശൻ ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഓക്കെ, നമുക്ക് 21ാമത്തെ ടേബിൾ എന്താ നോക്കാം അല്ലെ? എന്താണ് 21ാമത്തെ ടേബിളിന്റെ പേര്? HSN കോഡ്. എന്താണ് HSN കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, നമുക്ക് ഓരോ സെയിൽ ചെയ്യുന്ന ഓരോ ഗുഡ്സിനും ഓരോ HSN കോഡ് ഉണ്ടാവും. അത് കാണിക്കേണ്ട ടേബിളാണ് 21ാമത്തെ ടേബിൾ ആയിട്ടുള്ള HSN കോഡ്. ക്ലിയർ അല്ലേ? HSN കോഡ് ഡീറ്റെയിൽസ് കാണിക്കാനുള്ളതാണ് 21ാമത്തെ ടേബിള്. എന്താണ് HSന്റെ ഫുൾ ഫോം? ഇവിടെ കാണാം, ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. എന്താണ്? ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ആണ് HSNന്റെ ഫുൾ ഫോം വരുന്നത്. ഈ HSN എത്ര ഡിജിറ്റ് ഉണ്ട് ടോട്ടല് നിങ്ങൾക്കറിയോ? 8 ഡിജിറ്റ് ആണ് HSN ടോട്ടൽ വരുന്നത്. അതിൽ നിന്ന് നമ്മൾ 8 കാണിക്കേണ്ടതുണ്ടോ? 21ാമത്തെ ടാബിളിൽ വന്നിട്ട് 8 HSN കാണിക്കേണ്ടതുണ്ടോ? ഇല്ല. അതിന് ഓരോ കാറ്റഗറി ആയിട്ടുണ്ട്, പറഞ്ഞുതരാം. HSN കാണിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബിസിനസ് കഴിഞ്ഞ ഇയറിൽ നമ്മുടെ ബിസിനസിന്റെ ടേൺ ഓവർ 5 കോടിക്ക് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ, മീൻസ് 5 കോടിക്ക് താഴെയാണ് നമ്മുടെ ബിസിനസ് ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് 4 ഡിജിറ്റ്സ് കാണിച്ചാൽ മതി. HSN കോഡ് 8 ഡിജിറ്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ 4 ഡിജിറ്റ് കാണിച്ചാൽ മതി. അതും എല്ലാവരും കാണിക്കണമെന്നുണ്ടോ? ഇല്ല. മാൻഡറ്ററി ഫോർ B2B സപ്ലൈസ്. ക്ലിയർ ആണോ?
അതായത് നമ്മൾ B2B സപ്ലൈ നടത്തിയിട്ടുണ്ടാവും അല്ലെ? എന്താണ് B2B പറഞ്ഞാൽ? രജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തിക്ക് നടത്തിയ സപ്ലൈ ആണ് B2B. അങ്ങനെ നടത്തിയ സെയിൽസ് അല്ലെ? അങ്ങനെ നടത്തിയ സെയിൽസ്, ആ സെയിൽസിൽ എന്ത് ഗുഡ്സ് ആണോ വിറ്റത് ആ ഗുഡ്സിന്റെ 4 ഡിജിറ്റ് വന്ന് കാണിച്ചാൽ മതി. ഏതില്? ടാബിൾ 21 വന്ന് കാണിക്കുക. ക്ലിയർ അല്ലേ? ടാബിൾ 21 ഓപ്പൺ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക? B2B സപ്ലൈ നടന്നത് എടുക്കുക. അതിലെന്ത് ചെയ്യുക? ഇൻവോയ്സ് എടുക്കുക. ഗുഡ്സ് എന്താ നോക്കുക. അതിന്റെ HSNന്റെ 4 ഡിജിറ്റ്സ് മാത്രം വന്ന് കാണിക്കുക. 4 ഡിജിറ്റ്സ് ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ്? ഓപ്ഷണൽ ആണ്. വേണമെന്നുണ്ടെങ്കിൽ കാണിക്കാം, വേണമെങ്കിൽ കാണിക്കാതിരിക്കാം. ക്ലിയർ അല്ലേ? എല്ലാവരും കാണിച്ചു പോകാൻ തന്നെ ശ്രമിക്കുക, അതായിരിക്കും ബെറ്റർ. ഈ പറഞ്ഞത് ക്ലിയർ അല്ലേ? 5 കോടിക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ 4 ഡിജിറ്റ്സ് എന്തായിട്ട് വരുന്നുള്ളൂ? നിർബന്ധമായിട്ട് വരുന്നതുള്ളൂ. അതും നിർബന്ധമായിട്ട് വരുന്നത് ആർക്കാണ്? നമ്മൾ B2B സപ്ലൈ നടത്തിയതിന് മാത്രമാണ് നിർബന്ധമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി 5 കോടിക്ക് മുകളിലാണെന്നുണ്ടെങ്കിലോ? നമ്മൾ 5 കോടിക്ക് താഴെയുള്ളവരുടെ കേസാണ് പറഞ്ഞത്. ഇനി 5 കോടിക്ക് മുകളിലാണെന്നുണ്ടെങ്കിലോ? ടേൺ ഓവർ അബവ് 5 CR ഫസ്റ്റത്തെ 6 ഡിജിറ്റ് കാണിക്കാം. ക്ലിയർ അല്ലേ? അത് ആർക്കൊക്കെ നിർബന്ധമാണ്? അത് B2C ആയാലും B2B ആയാലും നിർബന്ധമാണ്. രണ്ടുപേർക്കും നിർബന്ധമാണ്. 5 കോടിക്ക് മുകളിലുള്ള ഒരു ബിസിനസ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ HSNന്റെ ഫസ്റ്റത്തെ 6 ഡിജിറ്റ് കാണിക്കണം. B2Bക്കും കാണിക്കണം, B2Cക്കും കാണിക്കണം. അതൊക്കെ നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്ത് എങ്ങനെ ചെയ്യണം, ഡിജിറ്റ് എത്ര അടിക്കണം എന്നുള്ളതൊക്കെ കാണിച്ചു തരും. പറഞ്ഞത് ഓക്കെ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 21ാമത്തെ ടേബിൾ ഫിനിഷായി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ എന്ന് പറയാം. എന്നാൽ നമുക്ക് അടുത്ത ടേബിളിലോട്ട് പോകാം. ക്ലിയർ ആണോ? രാഹുൽ ക്ലിയർ, രതീഷ് ക്ലിയർ, ക്ലിയർ 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 ക്ലിയർ. ഓക്കെ, വിനോദ് ക്ലിയർ, എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ 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 ഓക്കെ. നമുക്ക് 22ാമത്തെ ടേബിളിൽ പോയേക്കാം അല്ലെ? ഓക്കെ, 21 പറഞ്ഞു. ഇനി 22ാമത്തെ ടേബിൾ. എന്താണ് 22ാമത്തെ ടേബിള്? 22ാമത്തെ ടേബിളിന്റെ പേരാണ് നിൽ റേറ്റഡ്, എക്സംപ്റ്റഡ് ആൻഡ് നോൺ GST ഔട്ട്വാർഡ് സപ്ലൈ. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് നിൽ റേറ്റഡ്, അതേപോലെ എന്താണ് എക്സംപ്റ്റഡ്, നോൺ GST, ഇതൊക്കെ എന്താണ്? നമ്മൾ നടത്തിയ സെയിലാണ്. ഈ മൂന്നിനും കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്നിനും എന്തില്ല? ടാക്സ് ഇല്ല. ടാക്സ് ഇല്ലാത്ത സെയിൽസ് ആണ് നിൽ റേറ്റഡും എക്സംപ്റ്റഡും നോൺ GST എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും സെയിൽസ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിക്കാനുള്ള ടേബിളാണ് ഇത് 22ാമത്തെ ടേബിൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് ഓരോ നോക്കി നോക്കാം. നിൽ റേറ്റഡ് ഇതിനൊക്കെ എക്സാമ്പിൾസ് ഉണ്ട്. അങ്ങനത്തെ സെയിൽ നമ്മൾ നടത്തുന്നുണ്ടോ? അങ്ങനത്തെ സെയിൽ നടത്തി കഴിഞ്ഞാലാണ് 22ാമത്തെ ടേബിളിൽ കാണിക്കുക. ഓക്കെ, നിൽ റേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിൽ റേറ്റഡ് മീൻസ് GST റേറ്റ് 0. GST റേറ്റ് എന്താണ്? 0 ആണ് വരുന്നത്. അതിന് ഐറ്റംസ് ആയിട്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മിൽക്ക് അല്ലേ? നമ്മൾ പാല് വിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന വെജിറ്റബിൾ ഷോപ്പിനൊന്നും എന്തില്ല? നമ്മൾ GST കളക്ട് ചെയ്യൂല. ക്ലിയർ അല്ലേ? GST ഇല്ലാത്ത ഐറ്റംസ് ആണ് ഇതൊക്കെ. അങ്ങനെ നടത്തിയ സെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 22ാമത്തെ ടേബിളിൽ വന്നിട്ട് എത്ര സെയിൽ നടത്തി എന്നുള്ളത് കാണിക്കും. ക്ലിയർ അല്ലോ? ഓക്കെ, നിൽ റേറ്റഡ് ആണ് നമ്മൾ പറഞ്ഞത്. നിൽ റേറ്റഡിന് എക്സാമ്പിൾ ആണ് ഇതൊക്കെ. ജസ്റ്റ് നോക്കുക. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മിൽക്ക് ഒക്കെ നിൽ റേറ്റഡിന് എക്സാമ്പിൾ ആണ് അല്ലെ? നമ്മുടെ മണ്ണിൽ മുളച്ചു വരുന്ന ഐറ്റംസ് അല്ലേ ഇതൊക്കെ? ഇതൊക്കെ എന്താണ്? വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ, അതൊക്കെ നിൽ റേറ്റഡ് ആണ്. GST ഇല്ലാത്ത ഐറ്റംസ് ആണ്. അങ്ങനത്തെ സെയിൽ നടത്തി കഴിഞ്ഞാൽ 22ാമത്തെ ടേബിളിൽ ഒന്ന് കാണിക്കുക. ഓക്കെ, എക്സംപ്റ്റഡ് മീൻസ് എന്താണ്? എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ? മീൻസ് ബൈ നോട്ടിഫിക്കേഷൻ ദി ഗവൺമെന്റ് എക്സംപ്റ്റഡ് സം ഗുഡ്സ് ആൻഡ് സർവീസ് നോട്ടിഫൈഡ്. ഗവൺമെന്റ് പറയാണ് ഇനി ഒരു നോട്ടിഫിക്കേഷൻ പുറത്തുവിടുന്നത് വരെ എന്ത് ചെയ്യാൻ പറ്റൂല? ഇതിനൊന്നും ടാക്സ് ചുമത്താൻ പറ്റൂല. കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇതിനൊന്നും. ഇവരിനി ഒരു നോട്ടിഫിക്കേഷൻ പുറത്തു വരും.
ഇനി മുതൽ ടാക്സ് കൊടുക്കാം, ടാക്സ് കളക്ട് ചെയ്യാന്ന് പറഞ്ഞാണ്ട് ഒരു നോട്ടിഫിക്കേഷൻ പുറത്തുവിടുന്നത് വരെ ഈ ഐറ്റംസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റൂല, ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റൂല. അങ്ങനത്തേനാണ് എന്താ പറയുക, എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറയും. അപ്പൊ അത് ഏതൊക്കെ നോക്കി നോക്കാം. എക്സംപ്റ്റഡ് സപ്ലൈക്ക് എക്സാമ്പിൾ ആയിട്ട് കണ്ടോ, ഹോസ്പിറ്റൽ സർവീസസ്, പിന്നെന്താണ് എഡ്യൂക്കേഷൻ സർവീസസ്. ഇതിനൊന്നും എന്തില്ല, ഇപ്പൊ നിലവില് GST കളക്ട് ചെയ്യുന്നില്ല. ഇനി ഹോസ്പിറ്റൽ സർവീസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കണ്ട, ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ട് ഫാർമസിയിൽ നിന്ന് മെഡിസിൻസ് വാങ്ങിക്കഴിഞ്ഞാൽ അവർ GST കളക്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ എന്താണ് ഇത് എക്സംപ്റ്റഡ് അല്ലേ എന്ന് വിചാരിക്കണ്ട. ഫാർമസി, മെഡിക്കൽസ് ഉണ്ടല്ലോ, മീൻസ് മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ GST ഉണ്ട്. ഹോസ്പിറ്റൽ സർവീസ് മീൻസ് നമ്മുടെ ഡോക്ടറിന്റെ സർവീസ്, അതിനൊക്കെയാണ് എന്ത് എക്സംഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ എക്സംപ്റ്റഡ് എന്താന്ന് പറഞ്ഞു, നിൽ റേറ്റഡ് എന്താന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണോ? സാനിറ്ററി പാഡ്സ് ഒക്കെ യെസ് അതിൽ വരും. സോൾട്ട് എക്സംപ്റ്റ് ആണ്, അതെ സോൾട്ട് എക്സംപ്റ്റ് ആണ്. സാനിറ്ററി പാഡ്സ് ഒക്കെ 0% ആണ് വരുന്നത്, ടാക്സ് വരുന്നില്ല. ക്ലിയർ അല്ലേ? നമുക്ക് മൂന്നാമത്തെ നോക്കാം. എന്താ പറഞ്ഞ, നിൽ റേറ്റ് പറഞ്ഞു, എക്സംപ്റ്റ് പറഞ്ഞു. മൂന്നാമത്തതാണ് non-GST സപ്ലൈ. എന്താണ് non-GST സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ലൈക്ക് പെട്രോൾ പമ്പില് പെട്രോള്, ഡീസല്, അല്ലേ, മോട്ടോർ സ്പിരിറ്റ്, നാച്ചുറൽ ഗ്യാസ് ഒക്കെ എന്താണ് non-GST ഐറ്റംസ് ആണ്. ഇതിനൊന്നും എന്തില്ല, GST ഇല്ല. GST ഇല്ലാത്ത ഐറ്റംസ് ആണ് പെട്രോൾ, ഡീസൽ, ആൽക്കഹോൾ ഒക്കെ. ക്ലിയർ അല്ലേ? നമ്മൾ നിൽ റേറ്റഡ് എന്താന്ന് പറഞ്ഞു, എക്സംപ്റ്റഡ് എന്താന്ന് പറഞ്ഞു, non-GST എന്താന്ന് പറഞ്ഞു. നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനം ഈ ഐറ്റംസ് ആണ് വിൽക്കുന്നത്. ഇപ്പൊ പെട്രോൾ പമ്പിനെ സംബന്ധിച്ച് എന്തില്ല, GST ഇല്ല. ക്ലിയർ അല്ലേ? പെട്രോൾ മാത്രമാണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. ക്ലിയർ അല്ലേ? അവിടെ ടാക്സബിൾ സപ്ലൈ എന്തെങ്കിലും നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം GST രജിസ്ട്രേഷൻ എടുക്കുക. ഓക്കെ അല്ലേ? നമ്മള് നിൽ റേറ്റഡ്, എക്സംപ്റ്റഡ്, non-GST പറഞ്ഞു. ഇത് ക്ലിയർ ആണോ? ഈ പറഞ്ഞ മൂന്നെണ്ണം ക്ലിയർ ആണോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാമോ? നിൽ റേറ്റഡ്, എക്സംപ്റ്റഡ്, non-GST ക്ലിയർ ആണോ? ഓക്കെ, ഫ്രാങ്കോ ക്ലിയർ. ഓക്കെ, ക്ലിയർ. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മുടെ 22 ടേബിൾ പറഞ്ഞു അല്ലേ? ഇനി അവസാനത്തെ ടേബിൾ, നമ്മുടെ GSTR1 അവസാനത്തെ 23-ാമത്തെ ടേബിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് 23-ാമത്തെ ടേബിൾ നോക്കി വെക്കാം. 23-ാമത്തെ ടേബിളിന്റെ പേരാണ് 23-ാമത്തെ ടേബിളിന്റെ പേരാണ് ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ്. എന്താണ് ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ആ ഒരു മാസം, ഇപ്പൊ കഴിഞ്ഞ മാസമാണെന്നുണ്ടെങ്കിൽ ജനുവരി മാസത്തിൽ എത്ര ഡോക്യുമെന്റ്സ് ടോട്ടൽ ഇഷ്യൂ ചെയ്തു, എത്ര ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു, അതാണ് എന്ത് ചെയ്യേണ്ടത് 23-ാമത്തെ ടേബിളിൽ കാണിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ജനുവരി മാസം കഴിഞ്ഞു അല്ലെ? ജനുവരി മാസത്തിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ടാക്സ് ഇൻവോയ്സ് ഉണ്ടാവുമല്ലോ, അതിന്മേൽ ഉണ്ടാവും ബിൽ നമ്പർ ഉണ്ടാവും അല്ലെ? ബിൽ നമ്പർ ഇപ്പോ ജനുവരി 31 ആയപ്പോ നമ്മളിത് എന്ത് ഒരു 150-ൽ അവസാനിച്ചു എന്ന് കരുതുക ബിൽ നമ്പർ. പിന്നെ നമ്മൾ ഫെബ്രുവരി 1 മുതൽ എത്രയായിരിക്കും സ്റ്റാർട്ട് ചെയ്യണ്ടാവുക, 151 നമ്മൾ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യും അല്ലെ? പിന്നെ ഫെബ്രുവരി ലാസ്റ്റ് ആവുന്ന സമയത്ത്, മന്ത് എൻഡ് ആവുന്ന സമയത്ത് നമ്മളത് അതൊരു 250 വരെ നമ്മൾ എന്ത് ചെയ്തു, ബില്ല് ഇഷ്യൂ ചെയ്തു. ഈ രണ്ടിന്റെ ഇടയിലുള്ള അല്ലെ ബില്ല് ഇഷ്യൂ ചെയ്തത്, അത് എത്ര എണ്ണം നമ്മൾ ഇഷ്യൂ ചെയ്തു എന്ന് കാണിക്കാനുള്ള ടേബിളാണ് എന്ത്, ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ് അല്ലെ? അപ്പൊ ഇതിലാണെന്നുണ്ടെങ്കിൽ 100 ഡോക്യുമെന്റ്സ് നമ്മൾ ഇഷ്യൂ ചെയ്തു, 151 മുതൽ 250 വരെ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഡോക്യുമെന്റ്സ് ഇഷ്യൂഡിൽ പോയിട്ട് ഫ്രമും ടു ഉണ്ടാവും അവിടെ, അവിടെ ഇതേപോലെ കാണിക്കുക ഫ്രം ടു. ക്ലിയർ അല്ലേ? നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും, അപ്പൊ ക്ലിയർ ആവും. ഓക്കെ അല്ലേ? അവിടെ ഡോക്യുമെന്റ്സ് ഇഷ്യൂ ചെയ്താണ് കാണിക്കേണ്ടത്. നമുക്ക് എന്തെല്ലാം ഡോക്യുമെന്റ്സ് വരും, ഇത്ര അധികം ഡോക്യുമെന്റ്സ് നമുക്ക് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ്, ടാക്സ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ്, റിസിപ്റ്റ് വൗച്ചർ, അങ്ങനെ കേട്ടോ. ക്ലിയർ അല്ലേ? കണ്ടോ
കണ്ടോ ഡോക്യുമെന്റ്സ് ഇഷ്യൂഡിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ ആണിത്. കണ്ടോ ഇൻവോയ്സ് നമ്പർ റേഞ്ച് ഫോർ ദി മന്ത്. ഫോർ എക്സാമ്പിൾ ഫെബ്രുവരിയിൽ കണ്ടോ 101 സ്റ്റാർട്ട് ചെയ്ത് 150 വരെ പോയി. 150 ആയപ്പോ ഫെബ്രുവരി ക്ലോസ് ചെയ്തു. അപ്പൊ നമ്മൾ എത്ര ബില്ല് ഇഷ്യൂ ചെയ്തു? ടോട്ടല് 50 ഇഷ്യൂ ചെയ്തു. നമ്മൾ എത്ര ബില്ല് ക്യാൻസൽ ആക്കി എന്നുള്ളത് അവിടെ കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും 2. അപ്പൊ നെറ്റ് ബില്ല് എത്ര വരും? നമ്പർ 48 വരും. അതാണ് അവിടെ കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? 23ാമത്തെ ടേബിൾ ഡോക്യുമെന്റ് ഇഷ്യൂഡ് അതാണ് കാണിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യും? സൈറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് കറക്റ്റ് പറഞ്ഞു തരും. ഇപ്പൊ ജസ്റ്റ് തിയറി മനസ്സിലാക്കി വെക്കുക. ഒരു സെയിലും നടന്നില്ലെങ്കിൽ നില്ലാണോ? അതെ, നമ്മൾ നില്ലാണ്. നമ്മൾ വണ്ണ് ഓപ്പൺ ചെയ്യുന്ന GSTR വന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ എന്ത് ഉണ്ടാവും? നിൽ റേറ്റ് സോറി നില്ലാണോ എന്ന് ചോദിക്കുന്നുണ്ടാവും. നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാനുള്ള നില്ലാണോ എന്ന് ചോദിക്കുന്നുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ടിക്ക് ചെയ്ത് കാണിച്ചാൽ മതി. നമ്മൾ ഫയലിംഗ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരും. ക്ലിയർ അല്ലേ? നമ്മൾ 23 ടേബിൾ പഠിച്ചു. GSTR 1ന്റെ 23 ടേബിളാണ് പഠിച്ചത്. 23 ടേബിൾ എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? എല്ലാവരും ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാം. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ എന്ന് പറയാം. നമ്മുടെ ടാബ്സ് അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. കൃഷ്ണ ക്ലിയർ, രാഹുൽ, സുരാജ് എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണല്ലേ? സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഫയലിംഗ് ക്ലാസ് ആണ് പഠിക്കാനുള്ളത്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. നമ്മൾ തിയറി ഓൾമോസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഇനി ഫയലിംഗ് ആണ് പഠിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുമ്പോ നമുക്ക് ക്ലിയർ ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ശരി.